സന്ധികളെ ബാധിക്കുന്ന പലതരം രോഗങ്ങളെയാണ് നമ്മൾ പൊതുവെ വാതം എന്ന് വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വാതങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ആദ്യത്തേത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. നമ്മുടെ സന്ധികൾക്കിടയിൽ അസ്ഥികൾ തമ്മിൽ ഉരസാതിരിക്കാൻ സഹായിക്കുന്ന കുഷ്യൻ പോലെയുള്ള ഒരു ഭാഗമാണ് തരുണാസ്ഥി അഥവാ കാർട്ടിലേജ്. ഇത് തേഞ്ഞു പോകുന്ന അവസ്ഥയാണിത്. പ്രായക്കൂടുതൽ, അമിതഭാരം, സന്ധികൾക്കുണ്ടാകുന്ന പരിക്കുകൾ, അമിതമായ ജോലിഭാരം എന്നിവയാണ് ഇതിന് പ്രധാന കാരണമാകുന്നത്. പ്രത്യേകിച്ചും അമിതഭാരമുള്ളവരിൽ സന്ധികൾക്ക് താങ്ങാനാവാത്ത സമ്മർദ്ദം ഉണ്ടാകുന്നത് തരുണാസ്ഥി വേഗത്തിൽ നശിക്കാൻ ഇടയാക്കും. സന്ധിവേദന, നീർവീക്കം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന സന്ധിമുറുക്കം, സന്ധികൾ ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. രണ്ടാമത്തേത് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. അതായത് നമ്മുടെ വീടിന് കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാർ ആ വീടിനുള്ളിലുള്ളവരെ തന്നെ ആക്രമിക്കുന്നത് പോലെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം സ്വന്തം സന്ധികളെ തന്നെ ശത്രുവായി കരുതി ആക്രമിക്കുന്ന അവസ്ഥ. കൈകാലുകളിലെ ചെറിയ സന്ധികളിൽ തുടങ്ങുന്ന വേദനയും നീർവീക്കവും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന സന്ധിമുറുക്കം, വിട്ടുമാറാത്ത ക്ഷീണം, പനി എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ജനിതകമായ കാരണങ്ങളും ഹോർമോൺ വ്യതിയാനങ്ങളും ഇതിനു പിന്നിലുണ്ടെങ്കിലും പുകവലിക്കുന്നവരിൽ ഈ രോഗം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ലൂപ്പസും ആർത്രൈറ്റിസും തമ്മിലുള്ള ബന്ധം എന്തെന്നാൽ രണ്ടും ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. ലൂപ്പസ് രോഗം ബാധിച്ച 10ൽ 9 പേർക്കും ആർത്രൈറ്റിസിൽ കണ്ടുവരുന്നതുപോലെ സന്ധിവേദനയോ നീർവീക്കമോ അനുഭവപ്പെടാറുണ്ട്. റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൽ നിന്നും ഇതിനുള്ള പ്രധാന വ്യത്യാസം ഇത് സന്ധികളെ മാത്രമല്ല ബാധിക്കുന്നത് എന്നതാണ്. നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളായ വൃക്കകൾ, ഹൃദയം, ചർമ്മം എന്നിവയെയും ലൂപ്പസ് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. സന്ധികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ വൈദ്യ പരിശോധനയും ചികിത്സയും അത്യാവശ്യമാണ്.